ഹായ് ഫ്രണ്ട്സ്, ഡെയിൻറ്റി ഡിവോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നമ്മുടെ പിസ്സ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഒരു സ്പൂൺ ഈസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഈസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് ഈ ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പിസ്സ ഉണ്ടാക്കുന്നതിന് ചെയ്യണത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മൈദ എടുക്കാം. മൈദയാണ് നമ്മുടെ പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ മൈദ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദ നമുക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലോട്ട് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ പിസ്സയുടെ മാവ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിനും കുഴയ്ക്കുന്നത്. വെള്ളമൊക്കെ അതിനനുസരിച്ച് ആവശ്യത്തിന് മതി. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തിയെടുത്ത് നമ്മുടെ പിസ്സയുടെ മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നമുക്കൊരു ബൗളിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് നമ്മുടെ മാവ് മാറ്റി വയ്ക്കാം. അപ്പം നമുക്കിത് നമ്മുടെ ബൗളിലും എണ്ണ തേച്ചിട്ടുണ്ട്. നമ്മുടെ മാവിലും ഒന്നുകൂടി എണ്ണ തേക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇത് മൂടി വയ്ക്കാം. നനഞ്ഞ തുണി കൊണ്ട് ഞാൻ മൂടി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാവ് വീർത്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സോസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ തക്കാളി, സവോള, വെളുത്തുള്ളി, വറ്റൽമുളക് ഈ 4 ഇത് വെച്ചിട്ടാണ് നമ്മുടെ സോസ് റെഡിയാക്കണേ. അപ്പോൾ നമ്മൾ തക്കാളി നമ്മൾ മുഴുവനായിട്ടാണ് എടുക്കുന്നത്. സവോള നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് അരിയുന്നത്. സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ടാണ് തക്കാളിനകത്ത് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് വെന്ത് വരുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാനായിട്ട് നമുക്ക് മുകളിൽ 2 കട്ടിങ് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിസ്സ സോസിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെന്ത് കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ തക്കാളിയിൽ നിന്ന് അതിൻ്റെ സ്കിന്നെടുത്ത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ജാറിൽ ഇത് അരച്ച്
കെച്ചപ്പും ടൊമാറ്റോ ക്യാപ്സിക്കും സവോളയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് ഇവിടെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ കുറച്ചും കൂടി ചീസ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്പോൾ നമ്മുടെ ഓവനിൽ വെക്കാനുള്ള നമ്മുടെ പിസ്സ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ 2 രീതിക്കാണ്. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഗ്യാസിലും കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വേറൊരു പാനിലാണ് നമ്മൾ ഈ പിസ്സ വെച്ചിരിക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കുന്നതിനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 2 രീതിയിലും കുക്ക് ചെയ്താൽ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓവനില്ലാത്തവർക്കും നമ്മുടെ ഗ്യാസ് അടുപ്പിലും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.